എൻ്റെ ലൈഫിൽ ഞാൻ ഈശ്വരനെ വിളിച്ച് കരഞ്ഞ 2-3 സിറ്റുവേഷനിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് പറയാൻ പറ്റില്ല. വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മുന്നിൽ നിന്നിട്ട് ഒരാൾ പറഞ്ഞു ഇത് പെൺകുട്ടിയാണെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സെക്കൻഡ് നമുക്കുണ്ടാവുന്ന ഒരിത് എനിക്കറിയില്ല. അന്ന് എനിക്ക് ചെറിയൊരു ടെസ്റ്റ് നടത്തി എന്നുള്ളതാണ്. അവിടെ എനിക്ക് ഞാൻ സ്ത്രീയാണോ എന്നുള്ള ഒരു ടെസ്റ്റിന് ഞാൻ ഫേസ് ചെയ്യേണ്ട. നമുക്ക് ലൈഫിൽ എന്തൊക്കെയോ നേട്ടങ്ങൾ നമ്മളെ തേടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അവിടെ കൊണ്ടെത്തിക്കും. എൻ്റെ അനുഭവം കൊണ്ടുള്ള എനിക്ക് വേറെ ഇപ്പോൾ അതിനകത്ത് ആരെങ്കിലും വല്ലത് പറഞ്ഞു എൻ്റെ ഓൺ എക്സ്പീരിയൻസ്. ആ സിസ്റ്റർ 2 കൈ എടുത്ത് എൻ്റെ തലയിൽ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, എന്നാൽ ആ സിസ്റ്റർ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, തലയിൽ കൈ എടുത്ത് വെച്ചിട്ട് പറഞ്ഞു നീ പർവ്വതാരോഹണം ചെയ്യാൻ നീ ആഗ്രഹമുണ്ടെങ്കിൽ നീ അത് സാധിച്ചിരിക്കും. ഞാൻ ശരിക്കും കാഞ്ചൻജംഗ കയറി ഞാൻ പ്രതീക്ഷിക്കാതെ ഇതൊക്കെ നടക്കുന്നതല്ല. ഹിമാലയ മൗണ്ടനറിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫീൽഡിലുള്ളവർക്ക് പറയാം, ഇന്ന് ഇന്ത്യൻ ആർമിയിൽ ഇരിക്കുന്നവർക്ക്, എയർഫോഴ്സിലിരിക്കുന്നവർക്ക്, നേവിയിലിരിക്കുന്നവർക്കൊക്കെ ആഗ്രഹിച്ച് കിട്ടാത്ത, അതുപോലെ ഫോഴ്സ് ഏതും ആയിക്കോട്ടെ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഇതാണ്. അതായത് ഹിമാലയ മൗണ്ടനറിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒന്ന് കയറുക എന്നുള്ളത്. അതിലേക്ക് എന്നെ ആ സിസ്റ്ററിൻ്റെ വാക്ക് കൊണ്ട് നിർത്തിയത് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ്. അങ്ങനെ എനിക്ക് ആദ്യമേ ഇവിടുന്ന് സെലക്ഷൻ വരുന്നത്, ഞാൻ കണ്ണൂർ ബ്രിണ്ണൻ കോളേജിൽ പോയി. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫ്രണ്ട് എനിക്ക് ചിയറിങ് ചെയ്തിട്ട് മയങ്ങി വീണു. കാരണം അത്രയ്ക്ക് ഞാൻ ഗ്രൗണ്ടിൽ കൂടെ കരയാണ്. കാരണം എനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കൊണ്ടു നിർത്തിയിരിക്കുന്നത് ഓരോ സ്റ്റേറ്റിൻ്റെ സ്പോർട്സ് കൗൺസിലിൽ നിന്ന് സ്പോർട്സിൻ്റെ നല്ല അച്ചീവ്മെൻറ്റ്സ് കിട്ടിയ കുട്ടികൾ. ഞാനാകെ ജൂഡോയിൽ മാത്രമേ ഉള്ളൂ, എനിക്ക് ഗ്രൗണ്ടിൽ ഓടാനൊന്നുമില്ല. പുഷപ്പും സിറ്റപ്സിലും ഒന്നും എനിക്ക് അന്ന് കാരണം അപ്പം ഞാൻ ഫിസിക്കലി ഫിറ്റാണ് ശരിക്കും. എനിക്കപ്പോൾ അതിലൊന്നും എനിക്ക് പേടിയില്ല. പക്ഷെ ഒരു റണ്ണിങ് എന്ന് പറഞ്ഞാൽ ഞാനാകെ ഇത്ര ഹൈറ്റ് ഉള്ളത്, എന്നെക്കാളും ആ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ തന്നെ ഞാൻ കരഞ്ഞു. പിന്നെ ഞാനല്ല അവിടെ ഓടിയതെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും ഷൂസൊക്കെ ഇട്ടിട്ട് ഓടുന്നു. ഞാൻ ഈ കോമ്പറ്റീഷന് വേണ്ടി പോയതല്ല. ഞാൻ NCCയുടെ ഒരു ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് കണ്ണൂർ ബ്രിണ്ണൻ കോളേജിൽ ഇരിക്കുമ്പോഴാണ് എൻ്റെ കമാൻഡിങ് ഓഫീസർ കേണൽ KVR വാര്യർ സാർ പറഞ്ഞു എൻ്റെ കുട്ടിയുണ്ട്, അവളെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ സാറിൻ്റെ മുന്നിൽ ഞാൻ ചെന്നപ്പോൾ സുധാ മിസ് എന്ന് പറഞ്ഞുകൊണ്ട് കായംകുളത്തുള്ള ഒരു മാഡം വന്നിട്ട് എന്നോട് പറഞ്ഞു സാറ് വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഞാനപ്പം അന്ന് കമാൻഡിങ് ഓഫീസറെയൊക്കെ നമുക്ക് ഡയറക്റ്റൊക്കെ കാണാൻ പാടാം NCC കേഡറ്റ്സിന്. സാറിന് ഭയങ്കര ഇഷ്ടമാണ് എന്നെ. എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ എന്നെ ഒരു ആർമി ഓഫീസർ ആക്കുക എന്നുള്ള, കാരണം ഞാൻ ആ സമയത്തൊക്കെ ഭയങ്കര സ്മാർട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എങ്ങനെ സ്മാർട്ട്? വർക്ക് ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ കുറേ ഒരുങ്ങി അങ്ങനെ അതല്ല. എനിക്ക് ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞാൽ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി എൻ്റെ ലൈഫിൽ കുറേ ഉണ്ടായിരുന്നു. ആ ക്യാമ്പിൽ നടക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല. NCC ക്യാമ്പിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില സ്ഥലത്ത് 10 ദിവസത്തെ ക്യാമ്പാണെങ്കിൽ അവർ ടെമ്പററി ടോയ്ലറ്റ് വയ്ക്കും. അങ്ങനെ ഈ കണ്ണൂർ ക്യാമ്പ് നടക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ ഉള്ള ഒരു കുട്ടി പെട്ടെന്ന് ടോയ്ലറ്റിൽ പോയിട്ട് ഈ കുട്ടിയുടെ കാല് ആ ടോയ്ലറ്റിനകത്തേക്ക് വീണു. അതായത് ഓൾമോസ്റ്റ് ഫുൾ ആവാറായതാണ് ഈ കുഴി. അപ്പം ഈ കുട്ടിയുടെ കാല് പോയപ്പം എല്ലാവരും ഇത് കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു. ഒന്ന് സ്മെല്ല്. നമ്മളുടെ ആ ഒരു നിസ്സഹായാവസ്ഥ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളാണ് അവിടെ. ഞാൻ എപ്പോഴും ഉണ്ടല്ലോ, എൻ്റെ കണ്ണുമുന്നിൽ ഒരു വേദന കാണുമ്പം അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ ആ വ്യക്തിയാവും. അതായത് എനിക്കാണ് ആ സിറ്റുവേഷനിൽ ഇങ്ങനെ വരുന്നതെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ എന്ത് ചെയ്യും? ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്യുന്നറിയോ, ഒരു ബക്കറ്റ് വെള്ളം എടുത്തു, ഈ കുട്ടിയുടെ കാലിൻ്റെ അടുക്ക കൊണ്ടുവച്ചിട്ട് ഈ കാല് പതുക്കെ പൊക്കി പിടിച്ചിട്ട് ഇതിനെയൊക്കെ വാഷ് ചെയ്യും. അന്ന് ശരിക്കും പറഞ്ഞാൽ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ജൂഡോയുടെ നല്ലൊരു പ്ലെയർ ആയതുകൊണ്ടാവാം എനിക്ക് ആരോഗ്യകാര്യത്തിൽ ഞാൻ ഫുള്ളി ഫിറ്റാണ്. ഞാൻ എന്ത് ചെയ്തു, കുട്ടിയെ എടുത്തിട്ട് എൻ്റെ തോളിൽ തന്നെ വെച്ചിട്ട് ഞാൻ MI റൂമിലേക്ക് ഓടി. അപ്പോൾ ഇത് 2-3 കമാൻഡിങ് ഓഫീസേഴ്സ് ഓൾ ഇന്ത്യ ക്യാമ്പ് കണ്ടിട്ട് ആ ക്യാമ്പിൽ ഏറ്റവും വലിയ ഓൾ ഇന്ത്യ ക്യാമ്പിൽ ഇന്ത്യക്കകത്ത് ഏറ്റവും ബെസ്റ്റ് കേഡറ്റ് എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് അവാർഡൊക്കെ കിട്ടി. ഇവിടെ ഒരു നിലവിളക്ക് ഇരിപ്പുണ്ട് അതിൻ്റെ ഭംഗിയായിട്ട്. അപ്പോൾ അതൊക്കെ കിട്ടി. അപ്പോൾ എൻ്റെ സാറിന് ആ ഒരു സെക്കൻഡ്, ഈ കേണൽ KVR വാര്യർ സാറിന് ഒരു സെക്കൻഡ് മറ്റുള്ള ആ കേണൽസിൻ്റെ മുന്നിൽ, ആ കമാൻഡിങ് ഓഫീസേഴ്സിൻ്റെ മുന്നിൽ സാർ ഭയങ്കരമായിട്ട് സാറിന് ഭയങ്കര ഒരു പ്രൗഡായി. അതിനുശേഷം സാറ് എന്നെ സാറ് പറഞ്ഞു അവളെ ഇങ്ങ് വിളിക്കാൻ പറഞ്ഞിട്ടാണ് എന്നെ ഈ പ്രോഗ്രാമിൽ കോമ്പറ്റീഷന് വിളിക്കുന്നത്. അപ്പോൾ ഫിസിക്കലി ഫിറ്റ്നസ് ആണ് സാറിൻ്റെ മൈൻഡിലിരിക്കുന്നത്. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു എനിക്ക് ഇവിടെ വലിയൊരു ചോദ്യമാണ്, അതായത്
ഒരു കുട്ടി എന്തായാലും ഇന്ത്യക്കകത്തു നിന്ന് സെലക്ട് ചെയ്യാണ്. ആ കുട്ടിക്ക് പർവ്വതാരോഹണത്തിനുള്ള ഇത് ഞാൻ ചോദിച്ചു, സാറേ പർവ്വതാരോഹണം ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്? അത് പറഞ്ഞു, ഒന്ന് നീ ഫിസിക്കലി ഫിറ്റാണ്, അതിന് നിനക്ക് ചെയ്യേണ്ടത് പുഷപ്പ്, സിറ്റപ്പ്, റണ്ണിങ്, ഫിസിക്കലി മൊത്തം ചെയ്താൽ നീ ബാക്കിയെല്ലാം ഇൻ്റർവ്യൂ എല്ലാം നീ ഓക്കെ ആക്കും, അതെനിക്ക് ഉറപ്പുണ്ടെന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ശ്രമിക്കാം സർ. സാർ എന്നിലൊരു വിശ്വാസം, എനിക്കൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ ഓടിപ്പോയിട്ട് അവരുടെ കാല് തൊട്ടുകൊള്ളു. കാരണം എന്നിൽ അവർ വിശ്വാസത്തോട് അർപ്പിക്കുന്നതാണ്, എനിക്ക് തരുന്നതാണ്, നിനക്ക് ചെയ്യാൻ. ആ ഒരു വിശ്വാസത്തെ കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല, എനിക്ക് ആ സമയത്ത് കിട്ടുമെന്നുള്ള ഫുള്ള് ധൈര്യം, ഒരു കോൺഫിഡൻസ്, അത് എവിടുന്ന് വരുന്നതാണെന്നും എനിക്കിപ്പോഴും പറയാൻ പറ്റുന്നില്ല. ഇനിയും ഈവൻ ജൂഡോയുടെ കോമ്പറ്റീഷൻ ഇറങ്ങുമ്പോൾ പോലും ഞാൻ പ്രാർത്ഥിക്കും. ആ മനസ്സുകൊണ്ട് മനസ്സോടെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയിരിക്കും. അതെനിക്കറിയില്ല, അതൊരു പവറാണ്. ഞാൻ ഓടിച്ചെന്ന് സാറിനെ തൊഴുതു. ഒരു നട്ടുച്ച സമയം എന്നെ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവിട്ടപ്പോൾ ഞാൻ നോക്കിയപ്പം വലിയ പുലികളെ പോലെ കുറേ എണ്ണം നിൽക്കുന്നു. ഞാൻ മാത്രം ഒരു 5.5 അടിക്കകത്തുള്ളത്, ബാക്കിയുള്ളത് എല്ലാം 6, അതുപോലുള്ള നല്ല ഹൈറ്റുള്ള പെൺകുട്ടി, എല്ലാം ഫിസിക്കലി ഫിറ്റ്. ഇതിനകത്ത് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടായി. ഞാൻ റണ്ണിങ് എല്ലാം കഴിഞ്ഞു. റണ്ണിങ് ഞാൻ ഫസ്റ്റ് വന്നു, പുഷപ്പിൽ ഞാൻ ഫസ്റ്റ് വന്നു. വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ മുന്നിൽ നിന്നിട്ട് ഒരാൾ പറഞ്ഞു, ഇത് പെൺകുട്ടിയാണെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചുള്ള, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സെക്കൻഡ് നമുക്കുണ്ടാവുന്ന ഒരിത്, കാരണം വയറ്റിൽ കിടക്കുന്ന കുടൽ വായി വരത്തക്ക രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്തിട്ട് ഒന്നുമല്ലാതെ നനഞ്ഞ് കുളിച്ച് നിൽക്കുക. കാരണം മറ്റുള്ളവർ ഷൂസും ഒക്കെ ഇട്ട് ഇതിന് പ്രിപ്പറേഷനോട് കൂടി ഞാൻ പ്രിപ്പയർഡ് അല്ല. അപ്പം ഞാൻ അവിടെ കിടക്കുന്ന എന്നെയാണ് വിളിച്ച് പ്രോഗ്രാമിന് കൊണ്ടുപോയി. എൻ്റെ സാറിന് എന്നിലുള്ള വിശ്വാസമാണ്, എൻ്റെ ഗുരുവിന്. അദ്ദേഹം കൊണ്ട് എന്നെ നിർത്തി. ഞാൻ ആ റിസൾട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ പെട്ടെന്ന് ഒരാൾ പറഞ്ഞു, ഒരിക്കലും ഒരു കുട്ടിക്ക് ഇത്ര ഒരു ഫിറ്റ്നസ് കാണിക്കാൻ പറ്റൂല, അത് എത്ര തന്നെ ആയാലും ഇത് ഡൗട്ടാണെന്ന്. അങ്ങനെ എനിക്കറിയില്ല, അന്ന് എനിക്ക് ചെറിയൊരു ടെസ്റ്റ് നടത്തി എന്നുള്ളതാണ്. അവിടെ ഞാൻ സ്ത്രീയാണോ എന്നുള്ള ഒരു ടെസ്റ്റിന് ഞാൻ ഫേസ് ചെയ്യേണ്ട, വിശ്വസിക്കാൻ പറ്റൂ. പക്ഷേ ഞാൻ മൈൻഡ് ചെയ്തില്ല. ഞാൻ പോയി ഇന്ത്യക്കകത്ത് അറിയപ്പെടാനെ കൊണ്ട് എത്രത്തോളം വർക്ക് ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ ചെയ്തു. ഹിമാലയ മൗണ്ടനറിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്നപ്പോൾ എനിക്ക് കിട്ടിയ എൻ്റെ ലൈഫേ മാറി അവിടുന്ന്. അതായത് ഹിമാലയ മൗണ്ടനറിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ വലിയ സ്വപ്നമാണ്. അവിടെ ചെന്ന് ഞാൻ കാഞ്ചൻജംഗ എക്സ്പെഡീഷന് എനിക്ക് കിട്ടുന്നു. ആദ്യമേ എനിക്ക് ഹിമാലയ മൗണ്ടനറിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടുന്നതിന് മുമ്പായിട്ട് പർവ്വതാരോഹണത്തിന് സെലക്ഷൻ വരുന്നത്, ശരിക്കും ആദ്യം എനിക്ക് വന്നത്, എന്നോട് ഓപ്ഷൻ കൊടുത്തത് ഉത്തരാഖണ്ഡ്, മണാലി, കുളു മണാലി, പിന്നെ വന്നിട്ട് ഉത്തരകാശി പിന്നെ കുളു മണാലി, പിന്നെ വന്നിരിക്കുന്നത് ഡാർജിലിംഗ്. ഞാനാണ് 3rd ഓപ്ഷനാണ് ഡാർജിലിംഗ് വെച്ചത്. കാരണം ഞാൻ ജൂഡോയ്ക്ക് വേണ്ടിയിട്ടും NCC ക്യാമ്പും അല്ലാതെ എൻ്റെ യാത്രയുമായിട്ട് ഞാൻ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റും കണ്ടാണ്. ഇനി ഇന്ത്യക്കകത്ത് ഒരു സ്റ്റേറ്റും കാണാനില്ല. കാരണം തെലുങ്കാനയും ജാർഖണ്ഡും ഛത്തീസ്ഗഡും രൂപീകരിച്ച സമയത്ത് എൻ്റെ മോൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അമ്മയ്ക്ക് ഇനി ഈ 3 സ്റ്റേറ്റ് ഉണ്ട്. പക്ഷേ അതും ലക്കിലി ഈ 3 സ്റ്റേറ്റും ഞാൻ പോയി. അങ്ങനെ ഞാൻ ഇന്ത്യക്കകത്ത് എല്ലാ സ്റ്റേറ്റും പോയി. അപ്പം ഞാൻ ഡാർജിലിംഗ് 3rd ഓപ്ഷൻ വെച്ചു. പക്ഷെ നമ്മൾ പറയത്തില്ലേ, നമുക്ക് ലൈഫിൽ എന്തൊക്കെയോ നേട്ടങ്ങൾ നമ്മളെ തേടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അവിടെ കൊണ്ടെത്തിക്കും. അതായത് ഹിന്ദിയിൽ ഒരു ചൊല്ല് പറയും, ധാനേ ധാനേ പർ ലിഖാ ഹെ ഖാനേ വാല കന. ഓരോ ദിവസവും ഓരോ അന്നം നമ്മൾ എവിടുന്ന് കഴിക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അതേ നമുക്ക് കിട്ടും. നമ്മളെങ്ങനെ പോയാലും നമുക്ക് ആ ആഹാരം പറഞ്ഞിടത്ത് നമ്മളെ കൊണ്ടെത്തിക്കും. അങ്ങനെ 45 ദിവസം ഞാൻ ഹിമാലയ മൗണ്ടനറിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തി. ഞാൻ ഓരോ ദിവസവും എനിക്ക് ദുർഘടമായിട്ട്, കാരണം ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അന്ന് ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്നു. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് നാട്ടിൽ നിന്ന് ഗ്രാമപ്രദേശത്തിൽ ജനിച്ച ഞാൻ ഹൈ ആൾട്ടിറ്റ്യൂഡിലോട്ട് പോവാണ്. ഒരു എക്സ്പീരിയൻസിൽ ആകെ ജൂഡോയുടെ പ്ലെയർ എന്നുള്ള രീതിയിൽ. അങ്ങനെ ഞാൻ ഹിമാലയ മൗണ്ടനറിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് നല്ല രീതിയിൽ ട്രെയിനിങ് ചെയ്ത് ലാസ്റ്റ് അവിടെ വലിയൊരു കോമ്പറ്റീഷനാണ്. അതായത് ക്രോസ് കൺട്രി കോമ്പറ്റീഷൻ. ക്രോസ് കൺട്രി എന്ന് പറഞ്ഞാൽ ആ മലയിൽ ഓടിയിട്ട് ഫസ്റ്റ് കിട്ടുക, ക്രോസ് കൺട്രി കോമ്പറ്റീഷൻ വെക്കുക. അതായത് നമ്മുടെ സ്റ്റാമിന അളക്കാൻ വേണ്ടി അവർ മലയിലാണ് ഓടിക്കുന്നത്. അപ്പം എനിക്ക് കിട്ടിയ ഒരു മഹാഭാഗ്യം എന്ന് പറഞ്ഞാൽ, എവിടെ ചെന്നാലും ഓരോ പണി കിട്ടുക എന്ന് പറയുന്ന പോലെ, ഞാൻ മൗണ്ടനിയറിങ് ചെയ്യുന്ന വർഷം 2 ഫോറിനേഴ്സ് ഉണ്ട്. 3 ഇന്ത്യക്കാരും
അതായത് 75 പേരോളം ഉണ്ടായിരുന്നു. ഹിമാലയ മൗണ്ടനറി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ആദ്യത്തെ 10 പേരെ തള്ളി. കാരണം ആദ്യത്തെ നമ്മളെ ചെക്ക് ചെയ്യും, അവിടെ എല്ലാം കുറേ ഫിസിക്കൽ നമുക്ക് ട്രെയിനിങ് ചെയ്ത ആദ്യത്തെ 10 ദിവസത്തിൽ തന്നെ ഏകദേശം 10 പേരെ തള്ളി. അപ്പം എനിക്കും എൻ്റെ നമ്പർ അതിലേക്ക് വരുമെന്നുള്ളൊരു ഇതുണ്ട്. കാരണം ശ്വാസം നമുക്ക് കിട്ടൂല. കാരണം നമ്മൾ ഈ സമുദ്രനിരപ്പിൽ നിന്ന് പോയിട്ട് ഇത്രയും ഹൈറ്റിൽ ചെല്ലുമ്പോഴത്തേന് നമുക്ക് ശ്വാസം ബ്രീത്തിങ് ഭയങ്കര പ്രോബ്ലം. അപ്പോൾ ഈ മൗണ്ടനറിങ് എല്ലാം ചെയ്ത് ഓരോ ദിവസവും എൻ്റെ ലൈഫിൽ എഴുതി വെച്ച കഥകൾ ഭയങ്കര ഇതാണ്. കാരണം ഓരോ ദിവസവും എൻ്റെ ലൈഫിൻ്റെ എക്സ്പീരിയൻസ് പറയാനാണ് ഞാൻ കരയോട്. അതായിരുന്നു എൻ്റെ ജീവിതം. കാരണം അമ്മയില്ല, അച്ഛനില്ല, ആരുമില്ല, ഭാഷ അറിയില്ല, ആരോട് പറയും. കാരണം ഒരു പർവ്വതാരോഹണം ചെയ്യുന്ന ഒരാൾക്കെന്ന് പറഞ്ഞാൽ ചെറിയ നിസ്സാര കാര്യമല്ല. അത് ചെയ്ത ആളിനെ ഞാൻ നമിക്കും. എവറസ്റ്റ് കയറിയ ആൾ എൻ്റെ മുന്നിൽ വന്നാൽ ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും സുന്ദരമായ പുഷ്പം കൊണ്ട് കൊടുത്ത് ഞാൻ കാലിൽ തൊഴും. കാരണം അതാണ് പർവ്വതാരോഹണം. സാധാരണ ഒരു ഇതിലേക്കല്ല, നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റൂല. അങ്ങനെ ഞാൻ ഹിമാലയ മൗണ്ടനറി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിൽക്കുന്ന സമയത്ത് ക്രോസ് കൺട്രി കോമ്പറ്റീഷൻ വരും. എനിക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ട്രെയിനിങ്ങിന് വരുന്നത് നേപ്പാൾ, ചൈനയിൽ നിന്ന്, വിദേശ രാജ്യത്തെ ആൾക്കാരാണ് നമുക്ക് ട്രെയിനിങ്ങിന് വരുന്നത്. എല്ലാവരും കൂടെ എന്നോട് വന്നിട്ട് പറയണു, അതേ ഇന്ത്യക്കകത്തുനിന്ന് ക്രോസ് കൺട്രിയുടെ റിസൾട്ട് പുറത്ത് പോകാൻ പറ്റത്തില്ല. ഈ 5 ലേഡീസ് ഓടുന്നതിൽ നിനക്ക് കിട്ടിയിരിക്കണം. ബാക്കി 2 ഫോറിനേഴ്സിന് ഇത് ഗോൾഡ് മെഡൽ പോയാൽ ഇന്ത്യയുടെ വില പോവുകയാണ്. സാധാരണ ഓട്ടത്തിലൊന്നും അത്ര വലിയ ഇതൊന്നുമല്ല. രാജ്യങ്ങൾ തമ്മിലുള്ള എൻ്റെ ലൈഫിൽ ഞാൻ ഫേസ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് എന്താ പറയുക, പൈസ കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന പല കാര്യമാണ്. പക്ഷെ അധ്വാനം കൊണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ചോര നീരാക്കുക എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു 22 വയസ്സിനകത്ത് ഞാൻ പോയ പാതകൾ ഇന്നത്തെ ആർക്കും ഒരു പുരുഷൻ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് എൻ്റെ ലൈഫിൽ സക്സസ് ആക്കാൻ വേണ്ടി എനിക്ക് ചെയ്യേണ്ടി വന്നു. ഒത്തിരി കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നു. ഒരു ജീവൻ മരണ പോരാട്ടം തീർച്ചയായിട്ടും. കാരണം അത് പർവ്വതാരോഹണത്തിന് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ പർവ്വതാരോഹണം ചെയ്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. പ്രത്യേകിച്ച് കാഞ്ചൻജംഗ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാഞ്ചൻജംഗ എക്സ്പെഡിഷൻ ചെയ്ത ലിസ്റ്റ് ഒന്ന് എടുത്ത് എത്ര പേരുണ്ട്? കാഞ്ചൻജംഗ എക്സ്പെഡിഷൻ ചെയ്യുന്ന അത്ര ആസാനിയല്ല, ഇതല്ല. അപ്പം ഞാൻ ഈ ക്രോസ് കൺട്രി കോമ്പറ്റീഷന് വേണ്ടിയിട്ട് എല്ലാവരും എന്നെ രാത്രിയിലും അതിൻ്റെ തലേദിവസമായിട്ടും വന്നിട്ട് പറയാം, ഇത് ഇന്ത്യയുടെ പേര് പോകാൻ പറ്റത്തില്ല. ഞാൻ ഓട്ടക്കാരിയല്ല. പക്ഷേ ഒരു കാര്യം ഞാൻ രാഹുലിനോട് പറയാം, നമുക്ക് എയിമുണ്ട്, നമ്മളിൽ അതിനുള്ള വിശ്വാസമുണ്ട്, നമ്മളിൽ ഗുരുത്വം ഉണ്ടെങ്കിൽ നമ്മൾ നേടിയിരിക്കും. അതായത് ലൈഫിൽ നമുക്ക് 3 അക്ഷരം ഗുരുത്വം എന്ന് പറയുമ്പോഴത്തേന് നിമിഷം നേരം കൊണ്ട് വരും. പക്ഷേ ആ ബ്ലെസ്സിങ് ഈസി വേയിൽ കിട്ടുന്നതല്ല. അത് കിട്ടിയിട്ടുള്ള ഒരാളുടെ ലൈഫ് സക്സസ് ആയിരിക്കും. എൻ്റെ ലൈഫിൽ ഞാൻ ഈ നിമിഷം വരെ എൻ്റെ അച്ഛൻ്റെ പണമോ അമ്മയുടെ പണമോ അല്ലെ അവരുടെ പദവിയോ അല്ലെങ്കിൽ അവരുടെ ഭയങ്കര ഒന്നും കൊണ്ട് നേടിയതല്ല. എനിക്ക് ബ്ലെസ്സിങ് കൊണ്ട് മാത്രം കിട്ടിയ കാര്യങ്ങളാണ് എൻ്റെ അച്ചീവ്മെൻറ്റ്സ് എല്ലാം. അങ്ങനെ ഞാൻ ക്രോസ് കൺട്രി കോമ്പറ്റീഷൻ അടുത്ത ദിവസം വരികയാണ്. രാഹുൽ, നമുക്കെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ക്രോസ് കൺട്രിക്ക് ഓരോ 2 കിലോമീറ്റർ കഴിയുമ്പോഴും ആൾ നിൽക്കുകയാണ്. നമുക്ക് ഓരോ ടോക്കൺ തരും. ഈ ടോക്കൺ വാങ്ങിച്ച് അടുത്ത ആണ്ടേക്ക് കൊണ്ടുവന്നെങ്കിലേ നമ്മളിവിടെ വന്നു എന്നറിയത്തുള്ളൂ. എങ്ങനെ ഞാനത് പോയി എന്നറിയത്തില്ല. എൻ്റെ കോച്ചസ്, അതായത് ഇന്ത്യക്കാർ, എൻ്റെ പോക്കറ്റിൽ ഓറഞ്ച്, മുന്തിരിങ്ങ ഇതെല്ലാം ഇട്ട് തന്നേക്കും. ദാഹിച്ചാൽ ഇതെടുത്ത് കഴിച്ചോണം. പക്ഷേ ഇതൊക്കെ എതിലേക്കൂടെ പോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒരു പീസ് പോലും തിന്നോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ തിരിച്ചു വന്ന ഞാൻ ക്രോസ് കൺട്രി കംപ്ലീറ്റ് ചെയ്യുന്നിടത്ത് വന്നപ്പോഴത്തേക്ക് എൻ്റെ മൂക്കിനെല്ലാം ബ്ലഡാണ്. എൻ്റെ തുണി മൊത്തം ഞാൻ വിചാരിച്ചിരിക്കുന്നത് വേർത്ത് പോവുകയാണെന്നാണ്. ഞാൻ ചീട്ടുന്നുണ്ട്, കാണുന്നില്ല, കരയാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ഈശ്വരനെ വിളിച്ച് കരഞ്ഞ 2-3 സിറ്റുവേഷനിൽ ഒന്നെന്ന് പറഞ്ഞാൽ ഇത് പറയാൻ പറ്റില്ല. കാരണം തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്ന് അച്ഛൻ്റെ കഷ്ടപ്പാട്, അമ്മയുടെ കഷ്ടപ്പാട്, ഒരിടത്ത് എത്തണം. അന്നൊക്കെയെന്ന് പറഞ്ഞാൽ കുറേ ബോയ്സ് നമുക്ക് ശല്യമുണ്ട്. അത്യാവശ്യം സ്മാർട്ട് ആകുമ്പോൾ അറിയാമല്ലോ. പക്ഷേ ആരെയും ഞാൻ മൈൻഡ് ചെയ്യില്ല. ലൈഫിൽ എൻ്റെ 10th വരെ ആവട്ടെ, +2 വരെ ആവട്ടെ, ഡിഗ്രി വരെ ആവട്ടെ, ഇത് ചാനൽ മൊത്തം ഇന്നും എനിക്കൊരാളിൻ്റെ മുന്നിൽ ഞാൻ തല കുനിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡാണ്. അല്ലാതെ ഒരാൾക്ക് പോലും എൻ്റെ മുന്നിൽ വന്നിട്ട് ജയശ്രീ അല്ല അങ്ങനെ ചെയ്ത ഒരു കുട്ടിയായിരുന്നു എന്ന് നമുക്ക് പറയാൻ ഒരു അവസരം കൊടുക്കരുതെന്നുള്ളത് ഞാൻ പഠിക്കുന്ന സമയം. എൻ്റെ കല്യാണം കഴിഞ്ഞ് എനിക്ക് ഒരു നല്ല, ഇപ്പം നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ ആൾക്കാർ കുറേ പേരെ കാണുന്നു, കുറേ സ്നേഹിക്കുന്നു, അല്ലെ സ്നേഹിക്കപ്പെടുന്നു, ഒന്നുമല്ല. എനിക്ക് എൻ്റെ ഒരു വലിയ ഒരു ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, എന്നെ അന്വേഷിച്ച് എന്നെ വിവാഹം കഴിക്കാൻ വരുന്ന ഒരു പുരുഷൻ, എനിക്ക് ഇത്ര ഓപ്പണായിട്ട് എല്ലാവരുടെയും മുന്നിൽ പറയാൻ പറ്റുന്ന
ഞാനൊരു തെറ്റിന് എനിക്ക് ആ സമയത്ത് ചിന്തിക്കാൻ പോലുള്ള സമയമില്ല. കാരണം കഷ്ടപ്പാടിനെ എങ്ങനെയും എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കഷ്ടപ്പാടിന് ഒരു റിസൾട്ട് കൊടുക്കുക എന്നുള്ളത്. അന്നും വാശി എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പുരുഷൻ എന്നെ ആഗ്രഹിച്ച് കല്യാണം കഴിക്കാൻ വരുന്നുണ്ടെങ്കിൽ അവന് ഞാൻ എന്നെ ആയിരിക്കണം ആദ്യമായിട്ടും, അവനെ ആയിരിക്കണം ഞാൻ ആദ്യമായിട്ടും മനസ്സുകൊണ്ട് അംഗീകരിക്കും. അത് ഞാൻ ചെയ്യുമെന്നുള്ളൊരു വാശി എനിക്കുണ്ടായിരുന്നു. അതിൽ ഞാൻ സക്സസ് ആവുകയും ചെയ്യും. അങ്ങനെ എൻ്റെ ലൈഫ് പാർട്ട്ണറെ പോലും എനിക്ക് ഈ പർവ്വതാരോഹണത്തോടു കൂടിയാണ് കാണുന്നത്. അതും ഞാൻ പറയാം. എന്നിട്ട് ഞാൻ ഈ പർവ്വതാരോഹണം ചെയ്ത് ഇന്ത്യക്കകത്ത് ഇന്ത്യയുടെ പേര് ക്രോസ് കൺട്രിയിൽ ഞാൻ കൊണ്ടുപോയി. മറ്റേ ഫോറിനേഴ്സിനെയും തോൽപ്പിച്ചു. ബാക്കി 2 ഇന്ത്യക്കാരെയോട് ഞങ്ങൾ 6 പേരാണ്. അതിൽ ബാക്കി 4 പേരെയും ഞാൻ തോൽപ്പിച്ചുകൊണ്ട് 5 ഞാൻ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആ പേര് കൊണ്ടുവന്നു.